ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ക്ലാസ് 10ന്റെ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് തിയറമാണ് നോക്കാൻ പോകുന്നത്. എന്താണ് തിയറം? തിയറത്തിന്റെ പേരെന്ന് പറയുന്നത് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്നാണ്. ചിലപ്പോൾ അത് പേരെടുത്ത് പറയാറുണ്ടില്ലെങ്കിൽ പേരില്ലാതെ സ്റ്റേറ്റ്മെന്റ് തന്ന് തിയറം എഴുതാൻ ചോദിക്കാൻ പറ്റും. ഈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറത്തിന് മറ്റൊരു പേരുണ്ട് തെയിൽസ് തിയറം. അപ്പൊ എന്താണ് ഈ തിയറം പറയുന്നതെന്ന് നമുക്ക് നോക്കാം. If a line is drawn parallel to one side of a triangle to intersect the other two sides in distinct points, the other two sides are divided in the same ratio. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഒരു ട്രയാങ്കിളിലെ ഏതെങ്കിലും ഒരു സൈഡിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ ബാക്കി രണ്ട് സൈഡിൽ ഇന്റർസെക്ട് ചെയ്യുന്നു രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിൽ. ഇവിടെ ഞാൻ ബി സിക്ക് പാരലായിട്ടാണ് ഒരു ലൈൻ വരച്ചേക്കുന്നത്. ആ ലൈൻ മറ്റ് രണ്ട് സൈഡിൽ ഇന്റർസെക്ട് ചെയ്യുന്നു ടു ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിൽ. ആ പോയിന്റിന് ഞാൻ പേര് കൊടുത്തു ഡി എന്നും ഇ എന്നും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡിനെ ഡി എന്ന് പറയുന്ന പോയിന്റ് കൊണ്ടും ഇ എന്ന് പറയുന്ന പോയിന്റ് കൊണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, രണ്ടാക്കി. അപ്പോൾ കിട്ടുന്ന റേഷ്യോസ് ഈക്വൽ ആയിരിക്കുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ എ ബി എന്ന് പറയുന്ന സൈഡിനെ ഡി എന്ന പോയിന്റ് കൊണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ എ സി എന്ന് പറയുന്ന സൈഡിനെ ഇ എന്ന് പറയുന്ന പോയിന്റ് കൊണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കിട്ടുന്ന റേഷ്യോസ് ഈക്വൽ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എ ഡി ബൈ ഡി ബി, ഈ സൈഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എ ഡി ബൈ ഡി ബി എന്തിന് ഈക്വൽ ആയിരിക്കും? എ ഇ ബൈ ഇ സിക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? തിയറം എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ? ആദ്യമായിട്ട് നമുക്ക് തിയറം പ്രൂവ് ചെയ്യാൻ 4 കാര്യങ്ങളാണ് വേണ്ടത്. ഫസ്റ്റ് വൺ, ഗിവൺ. എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ ഗിവൺ ആണ് എഴുതേണ്ടത്. സെക്കൻഡ്, എന്താണോ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്, ടു പ്രൂവ്. തേർഡ് വൺ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ നടത്തുന്നു എങ്കിൽ ഇത് ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി കൺസ്ട്രക്ഷൻ. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൂഫാണ്. ഈ 4 സ്റ്റെപ്പ്, 3 സ്റ്റെപ്പ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. കൺസ്ട്രക്ഷൻ ആവശ്യമെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ തിയറത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇവിടെ നമ്മളുടെ ഈ തിയറം പ്രൂവ് ചെയ്യാൻ നമുക്ക് അഡീഷണൽ ആയിട്ട് കൺസ്ട്രക്ഷന്റെ ആവശ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ജോയിൻ ഡി സി, ഡിയും സിയും തമ്മിൽ ജോയിൻ ചെയ്യുക, ബിയും ഇയും തമ്മിൽ ജോയിൻ ചെയ്യുക. എക്സ്ട്രാ നടത്തുന്ന കൺസ്ട്രക്ഷൻ നമ്മൾ സാധാരണയായിട്ട് ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അതേപോലെ നിന്നും ഡിയിൽ നിന്നും എക്ക് അല്ലെങ്കിൽ എ സിക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. എന്ത് വരയ്ക്കുക? എ സിക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അതേപോലെ ഇയിൽ നിന്ന് എ ബിക്കും ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഇത്രയുമാണ് നമ്മളുടെ ഫിഗറിനകത്ത് വേണ്ട അഡീഷണൽ കൺസ്ട്രക്ഷൻ. ഇനി നമുക്ക് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, നമ്മുടെ തിയറത്തിന് ആവശ്യമായ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഗിവൺ ആണ്. എന്താണ് ആദ്യം വേണ്ടത്? ഗിവൺ ആണ്. തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതി. ഗിവൺ എന്താണ്? ഗിവൺ എ ട്രയാങ്കിൾ ABC in which, എന്ത് പറയാം? ട്രയാങ്കിൾ ABC in which BC parallel to DE. എന്താണ്? BC parallel to DE. പിന്നെന്ത് പറയാം? നമുക്ക് BCക്ക് പാരലൽ ആയിട്ട് D ഉണ്ട്. പിന്നെ ഇന്റർസെക്ട് AB at D. എബിയിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് ഡി എന്ന് കൊടുക്കുന്നു. ആൻഡ് AC at E, ACയിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് എന്തെന്ന് കൊടുക്കുന്നു? ഇ എന്ന് കൊടുക്കുന്നു. ഇതാണ് നമ്മളുടെ ഫിഗറിനകത്ത് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യം. ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഏതെങ്കിലും ഒരു സൈഡിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിൽ, മറ്റു രണ്ട് സൈഡിന്റെ ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ടു പ്രൂവ്, നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത്, ടു പ്രൂവ് എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ബാക്കി രണ്ട് സൈഡിന്റെ റേഷ്യോസ് പരസ്പരം ഈക്വൽ ആണ്. അതായത് AD by AB, AD by DB ഈക്വൽ ടു
AE/EC. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. AD/DB is equal to AE/EC. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? കൺസ്ട്രക്ഷൻ ആണ് വേണ്ടത്. അഡീഷണൽ ആയിട്ട് എന്തൊക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തി അതാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ആയിട്ട് എഴുതുന്നത്. എന്താണ് ഇവിടെ കൺസ്ട്രക്ഷൻ നടത്തിയത്? ജോയിൻ DC അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ DC ആൻഡ് BE. എന്തെഴുതാം? ജോയിൻ DC ആൻഡ് BE. അതുപോലെ തന്നെ നമ്മൾ എന്ത് വരച്ചു? രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഡ്രോ. ഇവിടെ നമുക്ക് രണ്ട് പേര് കൊടുക്കാം, G എന്നും F എന്നും കൊടുക്കാം. ഈ പെർപെൻഡിക്കുലറിന് നമുക്ക് രണ്ട് പേര് കൊടുക്കാം അല്ലേ? അപ്പൊ നമുക്ക് എന്തെഴുതാം? ആ വരച്ച പെർപെൻഡിക്കുലറും നമുക്ക് കാണിച്ചു കൊടുക്കാം. DF perpendicular to AC and EG perpendicular to AB. DF perpendicular to AC and EG perpendicular to AB. ഇത്രയും നമുക്ക് കൊടുക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആദ്യത്തെ 3 സ്റ്റെപ്പ്. ഇനിയുമാണ് നമ്മൾ പ്രൂഫിലേക്ക് പോകുന്നത്. പ്രൂഫിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് നോക്കാം. എന്താണ് പ്രൂഫ് നോക്കാം. പ്രൂഫ് നമുക്ക് വേണ്ടത് നമുക്കറിയാം. നമുക്ക് വേണ്ട സൈഡ്സ് AD നമുക്ക് ഇവിടെ ഒന്ന് എഴുതി വെക്കാം. AD/DB AE/EC. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് AD എന്ന് പറയുന്ന സൈഡ് വേണം, DB എന്ന് പറയുന്ന സൈഡ് വേണം, AE എന്ന് പറയുന്ന സൈഡ് വേണം, EC എന്ന് പറയുന്ന സൈഡ് വേണം. ഞാൻ ആദ്യം ഇവിടെ പ്രൂഫ് എടുക്കാൻ പോകുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ചെറിയ ട്രയാങ്കിൾ ആയ ട്രയാങ്കിൾ ADE. ഈ ട്രയാങ്കിൾ ADE കൺസിഡർ ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പെർപെൻഡിക്കുലർ തന്നിട്ടുണ്ട് അല്ലേ? ഹൈറ്റ് തന്നിട്ടുണ്ട്, ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഒരു ട്രയാങ്കിളിൽ ഹൈറ്റ് തന്നിരുന്നാൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം ഹാഫ് BH ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE is equal to half BH അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഹാഫ് BH. ഇവിടെ ഹാഫും ഞാൻ എടുക്കുന്ന ബേസ് എന്ന് പറയുന്നത് ADE എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ബേസ് ഞാൻ AD ആണ് എടുക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് GE ആണ്. അപ്പോൾ ട്രയാങ്കിൾ ADEയുടെ ഏരിയ ഞാൻ എഴുതി. ഇനി ഇവിടെ AD എന്ന് പറയുന്ന സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് വേണ്ട സൈഡ് എന്ന് പറയുന്ന BD ആണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ BD ഉൾപ്പെടുന്ന ട്രയാങ്കിളിനെ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അതായത് BED അല്ലെങ്കിൽ DEB എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിനെ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഈ ട്രയാങ്കിൾ DBE. ഇവിടെയും ഞാൻ ഇത് ചെയ്തതുപോലെ തന്നെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ DBE നമുക്കറിയാം ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് BH ആണ്. ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്ന ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് DB ആണ്. കാരണം എനിക്ക് വേണ്ടത് ഈ സൈഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്ന ബേസ് DB എടുക്കുന്നു. ഇൻറ്റു കറസ്പോണ്ടിങ് ഹൈറ്റ്. ഇവിടുത്തെ കറസ്പോണ്ടിങ് ഈ ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് ഹൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? GE ആണ്. ഈ കറസ്പോണ്ടിങ് ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു ട്രയാങ്കിളിനകത്തും എക്സ്റ്റീരിയറിലുമായിട്ട് ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെ വരയ്ക്കാമെന്ന് അല്ലേ? അപ്പോൾ ഇവിടെ ഈ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് ട്രയാങ്കിളിനകത്ത് ഓൾട്ടിറ്റ്യൂഡ് ഇല്ല. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയറിൽ അടയാളപ്പെടുത്തിയ GE ആണ്. സോ GE. ഇനി നമുക്ക് ഈ ഏരിയാസ്, ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയയുടെ റേഷ്യോസ് നമുക്കൊന്ന് എടുക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ DBE. That is equal to half into AD into GE divided by half into DB into GE എന്ന് എഴുതാം.
ഇവിടെ ജിയും ക്യാൻസൽ ആയി പോവും, ഹാഫും ക്യാൻസൽ ആയി പോവും. ബാക്കി നമുക്ക് എന്ത് എഴുതാം? AD ഡിവൈഡഡ് ബൈ DB എന്ന് എഴുതാം. AD ഡിവൈഡഡ് ബൈ DB എന്ന് എഴുതാം. അതവിടെ നിൽക്കട്ടെ. നമുക്കത് ഇക്വേഷൻ നമ്പർ 1 ആക്കാം. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇപ്പോൾ ഈ സൈഡ് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഈ രണ്ട് സൈഡാണ് വേണ്ടത്. അത് ഇൻക്ലൂഡ് ചെയ്ത ട്രയാങ്കിളിനെ ഞാൻ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ഈ ട്രയാങ്കിൾ ADE എന്ന് പറയുന്ന ട്രയാങ്കിൾ തന്നെയാണ് ഞാൻ ഇവിടെയും എടുക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ എടുക്കുന്ന ബേസ് എന്ന് പറയുന്നത് AE ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE is equal to half BH, half into ഇവിടുത്തെ ബേസ് ഞാൻ എടുക്കുന്നത് AE ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ഹൈറ്റ് എന്ന് പറയുന്നത് DF ആണ്. സോ AE into DF. അടുത്തതായിട്ട് എനിക്ക് വേണ്ട സൈഡ് എന്ന് പറയുന്നത് EC ആണ്. ആ സൈഡ് വരുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് DEC എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. ഇൻ ട്രയാങ്കിൾ DEC എങ്ങനെ നമുക്ക് എടുക്കാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ DEC is equal to half BH. നമുക്കറിയാം ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് EC ആണ്. ഇൻറ്റു കറസ്പോണ്ടിങ് ഹൈറ്റ് എന്ന് പറയുന്നത് DF ആണ്. DF. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയയുടെ റേഷ്യോസ് ഒന്ന് എടുക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ DEC, that is equal to half into AE into DF divided by half into EC into DF. ഇവിടെ DF പോവും, ഹാഫും പോവും. ബാക്കി എന്ത് വരും? AE by EC എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഇനി നോക്കുക, ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രം മതി ആൻസറിൽ. അപ്പം ഇത് രണ്ടും കമ്പയർ ചെയ്താൽ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെന്ന് എഴുതാൻ പറ്റണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയിരിക്കണം. ഇവിടെ നോക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ AD ആണ്, ഇവിടെയും ഏരിയ ഓഫ് ട്രയാങ്കിൾ AD ആണ്. എന്നാൽ ഡിനോമിനേറ്ററിൽ DBEയും DECയും ആണ്. അതെങ്ങനെ നമുക്ക് ഈക്വൽ ആക്കാൻ പറ്റും? നമുക്ക് നോക്കാം എങ്ങനെ ഈക്വൽ ആക്കാം. ഇവിടെ നോക്കുക, ഈ ഒരു ഫിഗറിനകത്ത്, ഈ ഒരു ട്രപ്പീസിയം ഷേപ്ഡ് ഫിഗറിനകത്ത് രണ്ട് ട്രയാങ്കിൾ ആണ്. ഏത്? DBE എന്ന് പറയുന്ന ട്രയാങ്കിളും DEC എന്ന് പറയുന്ന ട്രയാങ്കിളിനും. ഈ രണ്ട് ട്രയാങ്കിളിന് ഒരു പ്രത്യേകതയുണ്ട്. രണ്ടിന്റെയും ബേസ് D ആണ്. എന്താണ്? ഈ DEB എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും DEC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും ബേസ് സെയിം ആണ്. ബിറ്റ്വീൻ സെയിം പാരലൽസ് ആണ്. നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ചതാണ്. രണ്ട് ട്രയാങ്കിൾസ് സെയിം ബേസിലും ബിറ്റ്വീൻ സെയിം പാരലൽസിലും വന്നു കഴിഞ്ഞാൽ ആ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ ട്രയാങ്കിൾ DB, ഏരിയ ഓഫ് ട്രയാങ്കിൾ DBE is equal to ട്രയാങ്കിൾ DEC എന്ന് എഴുതാം. മനസ്സിലായല്ലോ? നമുക്ക് എന്ത് എഴുതാം? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ DBE is equal to ഏരിയ ഓഫ് ട്രയാങ്കിൾ DEC എന്ന് എഴുതാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷന്റെ ഡിനോമിനേറ്റേഴ്സ് എന്തെന്ന് നമുക്ക് കിട്ടി? ഈക്വൽ ആണെന്ന് കിട്ടി. ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആണ്, ന്യൂമറേറ്റേഴ്സും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ലെഫ്റ്റ് സൈഡ് ഫുള്ള് ഈക്വൽ ആണെന്ന് പറയാം. ഫ്രം 1 and 2 നമുക്ക് ഫ്രം 1 and 2 ഒന്ന് നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ DBE. ഇവിടെ നോക്കുക, ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ DEC. DECക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? DBE എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ടിന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? രണ്ടിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെന്ന്. ഫ്രം 1 and 2 AD divided by DB is equal to AE divided by EC. ഇതാണ് നമുക്ക് തിയറത്തിൽ പ്രൂവ് ചെയ്യാനുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഷൻ? D and E divides the sides AB and AC. D and
D and E divides the sides AB and AC in the same ratio. ഡിയും ഇയും രണ്ട് സൈഡിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട് സെയിം റേഷ്യോയിൽ. AD by DB is equal to AE by EC എന്ന് നമുക്ക് എഴുതാം. മനസ്സിലായല്ലോ?